മദ്രസകളിലും മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആത്മഹത്യ നടന്നാൽ ചത്തതുപോലെ കിടക്കുന്ന ഇടത് ഇസ്ലാമിക സിൻഡിക്കേറ്റുകൾ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തപ്പോൾ കോളേജിനെതിരെ അലറി വിളിച്ച് കോളേജ് ആക്രമിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനു മുമ്പിൽ അടിയറവ് വെച്ച് ഓച്ചാനിച്ചു നിന്ന് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന വർത്തമാനകാലത്ത് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ ആത്മഹത്യ എന്നല്ല, കൊലപാതകം നടന്നാൽ പോലും ആ വാർത്ത ആസൂത്രിതമായി അവർ മുക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടുവരാറുള്ളത്. എന്നാൽ ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും ആവേശത്തോടെ പൊക്കിപ്പിടിച്ച് ഉടനെ തന്നെ ആക്രോശിച്ച് ഇറങ്ങുകയും ചെയ്യും. മതവും മുഖവും വോട്ട് ബാങ്കും നോക്കി തരംതിരിവിന്റെ ഭരണം നടത്തുന്ന ഇടതുപക്ഷത്തിനു വേണ്ടി കുടപിടിക്കാൻ അവരുടെ യുവജന സംഘടനകളും സദാ റെഡി. അവർ മാത്രമല്ല, ചിലർ നൽകുന്ന ഈന്തപ്പഴത്തിന്റെ രുചി പറ്റി അവർ നൽകുന്ന അത്യാവശ്യം അല്ലറ ചില്ലറ പണവും വാങ്ങി ജീവിക്കുന്ന ചില കൂലി മാധ്യമ പ്രവർത്തകരും. എല്ലായിടത്തെയും പോലെ അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും ആവേശത്തോടെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, പല കാര്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ഈരാറ്റുപേട്ടയിൽ ഇരുന്ന് ചിലരും കാഞ്ഞിരപ്പള്ളി ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കുറെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ദൈവത്തിന്റെ മാലാകമാരെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് കുറ്റബോധമില്ല. ഇതിന്റെ പേരിൽ അവര് ചിലപ്പോ ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ അവൾ ചിലപ്പോ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ആരെങ്കിലും അറിഞ്ഞ് അവള് വെള്ളിയാഴ്ച ഉച്ച വൈകുന്നേരം വരെ കണ്ട കുട്ടീനെ ഇന്ന് ഞങ്ങൾ കാണാനില്ല. കത്തോലിക്ക സഭയുടെ കീഴിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ശ്രദ്ധ എന്ന വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന കുൽസിത നീക്കങ്ങൾ മുൻപ് പറഞ്ഞ വസ്തുതകളെ ഊട്ടിയുറപ്പിക്കുകയാണ്. പിണറായി കേരളത്തിൽ തുടർഭരണം നടത്തുന്നതിനാൽ മിണ്ടാൻ കഴിയാത്തതിനാൽ വിശേഷിച്ച് പണിയൊന്നുമില്ലാതെ SFIക്കാരുടെയും DYFIക്കാരുടെയും നേതാക്കൾ ചുമ്മാ സൊറ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ സ്ഥിരം ആയുധങ്ങൾ മൂലക്കിരുന്ന് തുരുമ്പെടുക്കുകയാണ്. അതിനിടയിൽ കേരളത്തിലെ പല കോളേജുകളിലും ഗവേഷണ പ്രബന്ധം നിഷേധിച്ചതടക്കമുള്ള പല കാരണങ്ങളാൽ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തു. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് MES കോളേജിൽ ഫീസ് അടയ്ക്കാൻ സാധിക്കാത്തതിനെ തുടർന്നുള്ള മാനസിക പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടി ജീവനൊടുക്കിയത്. അതിനു പുറമെയാണ് ദിവസേന എന്നോണം മദ്രസകളിൽ നിന്നുള്ള വിവിധ തരം പീഡന വാർത്തകൾ മാധ്യമങ്ങളിൽ ഒറ്റക്കോളം വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും ഉണരാത്ത വിദ്യാർത്ഥി ബോധവും അതിനെതിരെ കമ എന്നൊരക്ഷരം ഉരിയാടാനുള്ള ധൈര്യവും ഇല്ലാതിരുന്ന അടിമക്കൂട്ടങ്ങളാണ് ഇപ്പോൾ പഴയ ആയുധങ്ങളെടുത്ത് തേച്ചുമിനുക്കി ഈരാട്ടുപേട്ടയിലെ ചില തൽപര കക്ഷികളുടെ ഒത്താശയോടെ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് വാടാ പോടാ വിളിക്കുന്നത്. ഇത് കാണുമ്പോൾ ഉളുപ്പുണ്ടോ അടിമക്കൂട്ടങ്ങളെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്ന് ഉറക്കെ ചോദിച്ചു പോവുകയാണ് സാംസ്കാരിക കേരളം. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന കോളേജുകളിൽ നടക്കുന്ന വിഷയങ്ങളിൽ മാത്രമുള്ള ഇവരുടെ അസഹിഷ്ണുത നിറഞ്ഞ ആക്രോശങ്ങൾ ചില തൽപര കക്ഷികളുടെ ശക്തമായ ഗൂഢാലോചനയുടെ പരിണിത ഫലമായിട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഇനിയും സംശയം വേണ്ട. മകൾ നഷ്ടപ്പെട്ട ശ്രദ്ധയുടെ മാതാപിതാക്കളുടെ വേദന വളരെ വലുതാണ്. ആ ദാരുണ സംഭവത്തിൽ കൃത്യവും കാര്യക്ഷമവുമായ നടപടികളും അന്വേഷണവും നടക്കണം. ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടികളും ഉണ്ടാകണം. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലം ക്രിസ്ത്യൻ സഭാസ്ഥാപനങ്ങൾ ആണെന്ന് കാണുമ്പോൾ പാഷാണത്തിൽ കൃമികൾ കൂടുതൽ ശക്തിയോടെ തലപൊക്കുന്നത് സ്വാഭാവികമാണ്. നീറ്റ് പരീക്ഷ എഴുതാൻ വന്നവരെ പരീക്ഷാ ഉദ്യോഗസ്ഥർ അപമാനിച്ചെന്ന് പറഞ്ഞ് ആയൂർ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് തല്ലിപ്പൊളിച്ചപ്പോഴും CPM നേതാവും മലപ്പുറത്തെ മുനിസിപ്പൽ കൗൺസിൽ അംഗവുമൊക്കെയായ ശശികുമാറിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ ടിയാന്റെ വീടോ അയാൾ അംഗമായിരിക്കുന്ന മുനിസിപ്പാലിറ്റിയോ അടിച്ചു തകർക്കുന്നതിന് പകരം അയാൾ പണ്ട് പഠിച്ച സെന്റ് ജമ്മ സ്കൂളിന്റെ തിണ്ണയിലേക്ക് ഇടിച്ചു കയറാൻ ശൂരത്വം കാണിച്ചപ്പോഴും ഇത് കേരളം കണ്ടതാണ്. അമൽജ്യോതി വിഷയത്തിലാകട്ടെ ഇടത് ഇസ്ലാമിക സിൻഡിക്കേറ്റുകൾക്കൊപ്പം ലഹരിയടിച്ചു കിറുങ്ങിയ വകയിൽ ആരോപണം നേരിടുന്ന മലയാള സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ട ഒരു സെലിബ്രിറ്റിയും തലയ്ക്ക് വെളിവില്ലാതെ കുത്തിക്കുറിക്കുന്നത് പോലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ സദാചാരവും ധാർമ്മികതയും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇരകൾക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ് മതേതരത്വ ബോധമെന്ന് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത്തരം അലങ്കാരങ്ങൾ മുറുകെ പിടിച്ച് സഹിഷ്ണുതയുടെ വാക്താക്കളായിരുന്നാൽ കുതിര കേറലിന് ആക്കം കൂടുമെന്ന് ക്രിസ്തീയ സഭകൾ തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. മതനിരപേക്ഷ ഗീർവാണങ്ങൾ മുഴക്കുന്ന ഇടതർ വാഴുന്ന കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ സുരക്ഷിതമല്ല എന്നു വന്നാൽ അത് സമൂഹത്തിൽ വലിയ അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കും.
ശ്രദ്ധയുടെ മരണത്തെക്കുറിച്ചുള്ള നിയമപരമായ എല്ലാ അന്വേഷണത്തെയും അമൽജ്യോതി സാരഥികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർക്കറിയാവുന്ന കാര്യങ്ങൾ കീറുകൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവർ അറിയിച്ചിട്ടുമുണ്ട്. അന്വേഷണം നടക്കട്ടെ, സത്യാവസ്ഥ പുറത്തുവരട്ടെ. അതിനും അപ്പുറത്ത് ചിലരുടെ പ്രേരണയാൽ കുട്ടി സഖാക്കൾ നടത്തുന്ന കുതിരകയറ്റങ്ങളിൽ ക്രൈസ്തവ സമൂഹം ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുതിര കയറാനാണെങ്കിൽ ദിനംപ്രതി കുതിര കയറാനുള്ള വാർത്തകൾ പത്രത്താളുകളിലുണ്ട്. പക്ഷേ അവിടെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ കുട്ടി സഖാക്കളുടെയോ യുവ സഖാക്കളുടെയോ വാ തുറക്കില്ല.